ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ആരി എംബ്രോയ്ഡറി ക്ലാസ് ആക്കാമല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആരി എംബ്രോയ്ഡറി ബേസിക്കായിട്ട് എങ്ങനെ വീഡിയോ നോക്കിയിട്ട് ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു അടിപൊളി ക്ലാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്രീഡ്സ് നീഡിലാണിത്. ബ്രീഡ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നീഡിൽ, ഇത് ത്രെഡ് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നീഡിൽ. അപ്പോൾ ഇങ്ങനത്തെ നീഡിൽസൊക്കെ മാക്സിമം വാങ്ങാൻ നോക്കാം. തുളിപ്പിൻ്റെ നീഡിൽസ് ഉണ്ട്, അതല്ല എല്ലാവരും പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു നീഡിലാണ്. അപ്പോൾ ഈ ഒരു മാർക്കിംഗ് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഡിസൈനൊക്കെ വരക്കാറ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് 2 ലൈൻ കൊണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുന്നത്. ഇത് മെഷീൻ ത്രെഡാണ്. അപ്പോൾ മെഷീൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. എന്നാൽ എല്ലാ വർക്കും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മെഷീൻ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അത് വേണം നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരറ്റത്ത് കെട്ടിട്ട് കൊടുക്കുക. ശരിക്കും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നീഡിൽ യൂസ് ചെയ്തിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മെഷീൻ ത്രെഡ് നമ്മൾ താഴോട്ട്, അപ്പോൾ ഈ ക്ലോത്തിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഈ ഒരു രീതിക്ക് അടിയിൽ നിലത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കാണുന്നുണ്ടല്ലോ, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രീതിക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നീഡിൽ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ രീതിക്കാണ് അടിയിൽ പിടിക്കേണ്ടത്. അപ്പോൾ അടിയിൽ കാണിക ക്ലിയർ ആവണില്ല എന്ന് കരുതിയാണ് മുകളിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിക്ക് പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു നീഡിലിൻ്റെ ഒരു കൊക്ക് വരുന്ന ഭാഗം ഫ്രണ്ടിലോട്ട് പിടിക്കണം. ഈ ഒരു കൊക്ക് വരുന്ന ഭാഗം ഫ്രണ്ടിലോട്ട് നമ്മൾ ഏത് വശത്തേക്കാണോ ചെയ്യുന്നത് ആ വശത്തേക്ക് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് നിൽക്കണം. അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു റൂൾസ് വന്നിട്ട്. അപ്പോൾ ഈ ഒരു നീഡിൽ വെച്ചിട്ട് ഈ ഒരു കറക്റ്റായിട്ട് കാണുന്നില്ലേ. അപ്പോൾ ഈ രീതിക്ക് താഴോട്ട് കുത്തുക, എന്നിട്ട് ത്രെഡിൽ കൊളുത്തുക, തിരിക്കുക, വലിക്കുക. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിട്ട് ബാക്കിലോട്ട് എടുത്തിട്ട് ഒരു കെട്ടിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് ഫ്രണ്ടിലോട്ട് വലിക്കുക. അപ്പോൾ ഈ രീതിക്ക് കെട്ടിടാൻ പറ്റുന്നതാണ്. ഇനി താഴോട്ട് വലിച്ചിട്ട് ത്രെഡ് വെച്ചിട്ട് മുകളിലോട്ട് എടുത്തിട്ട് തിരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിക്ക് ചെയ്താലും കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ആരി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് ചെയിൻ സ്റ്റിച്ചാണ് എല്ലാതും. ഈ ഒരൊറ്റ സ്റ്റിച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് എല്ലാ വർക്കും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ രീതിക്ക് കൊളുത്തുക, തിരിക്കുക, വലിക്കുക, ഇതാണ് ഇതിൻ്റെ ഒരു റൂൾസ്. അങ്ങനെ ഈ ഒരു രീതിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മെഷീൻ ത്രെഡ് വെച്ചിട്ട് തന്നെ ഫസ്റ്റായിട്ട് പഠിക്കണവർ ചെയ്യണം. കറക്റ്റായിട്ട് കൊളുത്തിയിട്ട് എല്ലാ രീതിയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിഭാഗത്തെ ഒരു വ്യൂവും കൂടി നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു നോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ രീതിക്കാണ് നോട്ട് ഇടുക. അപ്പോൾ സെക്കൻഡ് ടൈം ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ടൈം മനസ്സിലാവാത്തവർക്കൊക്കെ സെക്കൻഡ് സ്റ്റിച്ച് മനസ്സിലാവും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ രീതിക്കാണ് നോട്ടിടുക. അപ്പോൾ കറക്റ്റ് വലിച്ച പൊട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നീഡിൽ കറക്റ്റായിട്ട് പിടിക്കേണ്ടത് ഇങ്ങനെയാണ്.
ഈ ഒരു രീതിക്കാണ് കറക്റ്റായിട്ട് പിടിക്കേണ്ടത്. നമ്മൾ ഈ ഒരു 4 വിരൽ ഇങ്ങനെ കറക്റ്റായിട്ട് വരണം നീഡിൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിക്കാണ് കറക്റ്റായിട്ട് പിടിക്കേണ്ടത്. ഇനി സിൽവർ കളറിലുള്ള ചെറിയ ത്രെഡാണ്. ഈ ചെറിയ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പഠിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഈ രീതിക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഈ അടിഭാഗത്ത് ഈ രീതിക്ക് ഫസ്റ്റ് കാണിച്ച അതേപോലെ തന്നെ ചെയ്യാം. ആ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെഷീൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. മെഷീൻ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ആവണം, എന്നാലേ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഇവിടെ കെട്ടിടുന്നത് ഒന്നുകൂടി കാണിക്കുന്നുണ്ട്, നമ്മൾ നോട്ടിടണം ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിക്കാണ് നോട്ടിടേണ്ടത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻ്റായിട്ട് വരിക. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ആണെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.